എല്ലാവർക്കും നമസ്കാരം. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നത്. കനകമലയ്ക്കടുത്ത് വട്ടേക്കാട് എന്ന് പറഞ്ഞ സ്ഥലം, കൊടകര. ഈ വട്ടേക്കാട് ഒരു പ്രദേശത്തുള്ള നാല് ചെറുപ്പക്കാർ സുഹൃത്തുക്കളായിരുന്നു. അത് 2020 നടന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ കത്തിക്കുത്തിൻ്റെ ഒരു പ്രതികാരമാണ്. 4 വർഷത്തിന് ശേഷം 2024 അതായത് ഇന്നലെ 12 മണിയോട് കൂടിയിട്ട് ഈ വട്ടേക്കാടുള്ള കല്ലിങ്ങാപ്പുറം സുബ്രൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ വീടാണ് എൻ്റെ ഈ പിറകിൽ. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ മകൻ സുജിത്തിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ 12 മണിയോട് കൂടി 3 പേർ ചേർന്നു. 3 പേരെന്ന് പറഞ്ഞാൽ ഒന്ന് അഭിഷേക് 28 വയസ്സ്, അയാളുടെ സുഹൃത്ത് വിവേക് 26 വയസ്സ്, ഹരീഷ് 27 വയസ്സ് എന്നീ 3 പേർ ചേർന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വീടിൻ്റെ ഈ വഴിയിലൂടെയായിരുന്നു അവർ വന്നത്. വന്നതിന് ശേഷം ഈ സുബ്രൻ ചേട്ടൻ്റെ മൂത്ത മകൻ, അതായത് മരിച്ച സുജിത്തിൻ്റെ മൂത്ത മകൻ സുധീഷ്, ഇവരെ തടഞ്ഞു നിർത്തുകയും അപ്പോൾ ഈ സമയത്ത് വീട്ടിൽ സുബ്രൻ ചേട്ടനും ഭാര്യയും അതുപോലെ ഈ ചേട്ടനായിട്ടുള്ള സുധീഷുമാണ് ഉണ്ടായത്. അവർ ഈ പുറത്ത് ഉള്ള ആക്രോശങ്ങൾ മറ്റു കേട്ട് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ അനിയനെ തീർക്കും എന്നുള്ള ആക്രോശങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ ഈ ചേട്ടൻ സുധീഷ് ഇവരെ തടുക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. അതിനെ തുടർന്ന് പരസ്പരം കത്തിക്കുത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കത്തിക്കുത്തിൽ കല്ലിങ്ങാപ്പുറം സുബ്രൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ ഇളയ മകൻ സുജിത്ത് 33 വയസ്സ് മരിച്ചിരിക്കുന്ന വിവരമാണ് നിങ്ങളെ അറിയുന്നത്. ഇതേ കത്തിക്കുത്തിൻ്റെ ഇടയിൽ തന്നെ ഈ വന്ന സംഘത്തിൽപ്പെട്ട തൊട്ടടുത്ത് തന്നെയാണ് അയാളുടെയും വീട്. അഭിഷേക് 28 വയസ്സ് എന്നയാളും മരണപ്പെട്ടിട്ടുണ്ട്. സുജിത്തിൻ്റെ മൃതദേഹം സെൻറ്റ് ജെയിംസ് ആശുപത്രിയിലെ മോർച്ചറിയിലും അഭിഷേകിൻ്റെ മൃതശരീരം കൊടകര ശാന്തി ആശുപത്രിയിലെ മോർച്ചറിയിലുമാണ് ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത്. വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് ഇന്നലെ രാത്രി 12 മണിയോട് കൂടിയിട്ട് ഈ കനകമലയ്ക്കടുത്ത് വട്ടേക്കാട് എന്ന് പറഞ്ഞ കൊടകര പഞ്ചായത്തിൽ വട്ടേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടായത്. 2020 ഈ ഇപ്പോൾ മരിച്ച സുജിത്ത് എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ഈ ആക്രമിക്കാൻ വന്ന വിവേക് എന്നയാളെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിയായിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണ് 4 വർഷത്തിന് ശേഷം ഇപ്പോൾ ഇന്ന് 12 മണിയോട് കൂടി, ഇന്നലെ രാത്രി 12 മണിയോട് കൂടി, അർദ്ധരാത്രിയോട് കൂടിയിട്ട് ഈ കല്ലിങ്ങാപ്പുറം സുബ്രൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ വീട്ടിൽ ഉണ്ടായിട്ടുള്ളത്. ഇവരുടെ എല്ലാം വീടുകൾ ഇപ്പോൾ ഈ പറയുന്ന വട്ടേക്കാട് പ്രദേശത്ത് തന്നെയാണ്. മരിച്ച സുജിത്ത് പെയിൻറ്റിങ് തൊഴിലാളിയാണ്. മരിച്ച അഭിഷേക് ഗൾഫിലായിരുന്നു. അതുപോലെ ബാക്കിയുള്ള 2 പേർക്ക്, ഹരീഷ്, വിവേക് എന്നിവർക്ക് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഒരാളെ ജൂബിലി ആശുപത്രിയിലും ഒരാളെ ശാന്തി ഹോസ്പിറ്റലുമാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. വളരെ ദാരുണമായിട്ടുള്ള അനുഭവം, പ്രതികാരവും പകയും വരുത്തി വയ്ക്കുന്ന വലിയ സംഘർഷവും ആ സംഘർഷത്തെ തുടർന്നുണ്ടാകുന്ന ആക്രമണ പരമ്പരകൾക്ക് ശേഷം ഉണ്ടാകുന്ന ജീവൻ നഷ്ടങ്ങളുമാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെ ഇവിടെ മുഴുവനും പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇവിടെ പരിസര പ്രദേശങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇവർ മദ്യപിച്ചിരുന്നു, മറ്റ് വിഷയങ്ങളുമായിട്ടാണ് വന്നിരുന്നത്, ലഹരിക്ക് അടിമപ്പെട്ടിരുന്നതിന് ശേഷമാണ് ഇവിടെ വന്നിരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് പറയുന്നു. എന്തായിരുന്നാലും വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് കൊടകര പഞ്ചായത്തിലെ കനകമലയ്ക്കടുത്ത് വട്ടേക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കൂടി കാര്യം അറിയിക്കുകയാണ്.